അപ്പം നാളെ കർക്കിടകമല്ലേ. അപ്പം അമ്മ തുമ്പപ്പൂവിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് നിൽക്കുക കേട്ടോ. ആണ്ട് തുമ്പപ്പൂവൊക്കെ പറിച്ച് എന്നിട്ടുണ്ട്. ഏറ്റവും പൂവുണ്ട്, കാണില്ല. മഴയും പെയ്യുണ്ട് കേട്ടോ. അമ്മേൻ്റെ കയ്യിലുള്ളത് തുമ്പപ്പൂ ചെടിയാട്ടോ. അമ്മേനോട് ചോദിച്ചു നോക്കാം. കയ്യിൽ കണ്ടിട്ട് കുറേ കിട്ടിയെന്നാട്ടോ തോന്നുന്നത്. നിങ്ങൾ നാളെ കർക്കിടക മാസത്തിന് ഇങ്ങനെ തുമ്പപ്പൂ പറിച്ചോ? കണ്ടോ കൂട്ടുകാരെ, അമ്മേൻ്റെ കയ്യിൽ കുറേ തുമ്പപ്പൂ ഉണ്ട്. അപ്പോൾ കർക്കിടക മാസത്തെ മോള് പറഞ്ഞ പോലെ വരവേൽക്കാട്ടോ. പറമ്പിലൊക്കെ ഉണ്ടാവും ദശപുഷ്പങ്ങളാണ് വെക്കുക. പക്ഷെ അങ്ങനത്തെ ഒന്നും ഇപ്പം ആരും വെക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം എല്ലാവരും തുളസി മാത്രം വെക്കുന്നത്. പക്ഷെ ഞാൻ തുളസി വയ്ക്കും, തുമ്പ വയ്ക്കും, ചിലപ്പോൾ മുക്കുറ്റി, മൊൽച്ചി അങ്ങനെ കിട്ടുന്നത് എന്താ എനിക്ക് കിട്ടാവുന്നത് ഞാൻ തുളസീൻ്റെ കൂടെ ഒന്ന് വെക്കും കേട്ടോ. അല്ലാതെ മൊത്തം ഒന്നിപ്പോൾ പണ്ടത്തെ മാതിരി പറമ്പിലോ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ എടുത്തു കൊണ്ടുവരാനൊന്നും ഇപ്പോൾ പഴില്ല. ഇപ്പം ഇല്ല, ഒരുപാട് ഇതായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ചുകൊടുന്ന് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് എവിടെയെങ്കിലും കുഴിച്ചിടും. രാവിലെ എണീറ്റ് കുളി കഴിഞ്ഞ് ഞാൻ വിളക്കൊക്കെ ഇന്നലെ കഴുകി വെച്ചതാണ്. കഴുകി വെച്ച് രാവിലെ കുളി കഴിഞ്ഞ് തുടച്ചിട്ട് വിളക്ക് കത്തിക്കാതെ ഒരുക്കുക. ഇനി ഒരു മാസം നമുക്ക് വ്രതശുദ്ധിയോടെ നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ് രാമായണ പാരായണം ചെയ്യുക. രാമായണം വായിക്കൽ മക്കൾ വായിക്കും, മോനും മോളും രാമായണം വായിക്കും. ഞാൻ വിളക്ക് കത്തി സിബോധിക്ക് വയ്ക്കും. കാരണം നമുക്ക് സമയമില്ല, ചെറിയ മോനുള്ളതാണ്. അപ്പോൾ ഇരിക്കാനൊന്നും കഴിയില്ല. അപ്പം അങ്ങനെ വിളക്ക് കത്തിച്ച് ഒരു മാസമാണ് രാമായണ മാസം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ക്ഷേത്രത്തിലും എല്ലായിടും രാമായണം കേൾക്കുക. നമ്മളെ നാമജപം പോലെ തന്നെ ഈ ഒരു മാസം അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്ന രാമായണം. എനിക്ക് അത്രയൊക്കെ അറിയുള്ളൂ കേട്ടോ, വലിയ അറിവൊന്നുമല്ല. എൻ്റെ അച്ഛമ്മയിലൊക്കെ പറഞ്ഞ് കേട്ട ഒരു അറിവ് വെച്ചാൽ ഇതിന് വലിയ വലിയ അറിവുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ അറിയുന്നവർ പറഞ്ഞു തരണം നമ്മളെങ്ങനെയാണ് ചെയ്യേണ്ടത് ചെയ്യാത്തതെന്നൊക്കെ. നമ്മളൊക്കെ പുതിയ തലമുറയിലുള്ള ആൾക്കാരാണ്, അപ്പം നമുക്ക് അത്ര എന്നാലും എൻ്റെ അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്ന രീതി വെച്ച് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു പോരുന്നു. ഈ വീഡിയോ കാണുന്ന മുത്തശ്ശിമാരോ അല്ലെങ്കിൽ അമ്മമാരോ ചേച്ചിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ സന്തോഷവും. എനിക്കതുപോലെ നാളെ ചെയ്യാൻ കഴിഞ്ഞാണെങ്കിൽ അത്രയും ഒരിഷ്ടവും ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.